പോണത്ത് കുടുംബക്ഷേമ സമിതിയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു. പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതി വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും കേരള സാക്ഷരതാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അവിടെയുള്ള പല ആളുകളായി എനിക്ക് നല്ല അറിവുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയൊരു കുടുംബമാണെന്നുള്ളത് നിങ്ങളെല്ലാം കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞങ്ങളുടെ പനങ്ങാട് ഒരു കുടുംബമുണ്ടായിരുന്നു. അത് വലിയ വീട്ടിൽ എന്നാണ് കുടുംബത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം ആലോചിച്ച് നമുക്കൊരു കുടുംബ യോഗം നടത്തണം. എല്ലാ കൊല്ലവും നമുക്കൊരു കുടുംബ സമ്മേളനം നടത്തണം. പ്രധാനമായും ആളുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി സ്ത്രീകളെല്ലാം കല്യാണം കഴിച്ചു കൊണ്ടുപോയി, പുരുഷന്മാരെല്ലാം പല സ്ഥലങ്ങൾ മാറി, അവർ ഔദ്യോഗികമായിട്ടൊക്കെ മാറി. പനങ്ങാട് ഞങ്ങളുടെ തറവാട്ടിൽ ഒരു 2-3 ആളുകൾ മാത്രമായി അവശേഷിച്ചപ്പോൾ ഒരാഗ്രഹം തോന്നി, നമുക്കിവരെല്ലാം ഒന്ന് സമ്മേളിപ്പിക്കണം. അങ്ങനെ ഞങ്ങളൊരു തീയതി നിശ്ചയിച്ചത് നമ്മൾ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസമാണ്. കാരണം തിരുവോണം എന്ന് പറയുമ്പോൾ വെജിറ്റേറിയനാണ്. അതിൻ്റെ അപ്പുറം അപ്പോൾ നല്ല നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഇപ്പോൾ ആൾക്കെല്ലാം അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നല്ല ഗ്രാൻഡായിട്ടുള്ള ഫുഡ്, അതുപോലെ നല്ലൊരു സമ്മേളനം, പിന്നെ കുട്ടികളുടെ കലാപരിപാടികൾ, പിന്നെ കൂട്ടത്തിൽ ഇത്തിരി പാവപ്പെട്ട ആരെങ്കിലും അവർക്ക് ചില സാമ്പത്തിക സഹായം, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുടുംബയോഗം നടന്നത്. പോണത്ത് ബാബു അധ്യക്ഷത വഹിച്ചു. അവർ സാമ്പത്തികമായി സഹായിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോണത്ത് ഞങ്ങളുടെ മരണപ്പെട്ട ആ കുടുംബത്തോട് ഓടിയെത്താൻ അവരെ സാന്ത്വനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞതും മറ്റൊരു നേട്ടമായിട്ട് കാണാം. മറ്റൊന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ പലവർക്ക് ആപത്തുകൾ സംഭവിക്കുമ്പോൾ ഓടിയെത്തി താമസിപ്പിക്കാനും സാമ്പത്തിക സഹായം കൊടുക്കുവാനും നമ്മുടെ സമിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാമ്പത്തികമായി നോക്കി നിൽക്കുന്നു നമ്മുടെ കുടുംബാംഗങ്ങൾ കഴിയും. അപ്പോൾ ഒരു കൂട്ടായ്മ, ഞങ്ങൾക്ക് പോണത്തുകാരാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഓടിക്കൂടാൻ ആളുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം കൊണ്ടുണ്ടായിരുന്നു. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, അതിന് ഉദാഹരണം, ഇതിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഇടവനക്കാട് ഒരു കുടുംബമുണ്ട്, വള്ളിയമ്മ എന്നാണ്. കുടുംബാംഗങ്ങളിൽപ്പെട്ട 75 വയസ്സ് പൂർത്തീകരിച്ചവരെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും വേദിയിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും MBBS എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയവരെയും MBBS BAMS പ്രവേശനം ലഭിച്ചവരെയും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ PS അജയനെയും ആദരിച്ചു. കൈത്താങ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി. NK തങ്കരാജ്, സുഭാഷ് മാങ്കറ, PA കരുണാകരൻ, PS ബാലകൃഷ്ണൻ, PG ബാബുരാജ്, PK മുകുന്ദൻ, PK സുധീഷ്, PV മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ശ്രീകുട്ടി രമണനെ വേദിയിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി.